Welcome to the class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഫ്രിക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നിരന്തരം എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടാം എങ്ങനെയെന്നുള്ളത്. ഓൾറെഡി നിങ്ങൾ ഫ്രിക്ഷൻ്റെ കേസുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുക. നമുക്കിന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രോബ്ലം, ഈ രീതിയിലും പ്രോബ്ലംസ് വരാം എന്ന് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. ഇതാണ് പ്രോബ്ലം. ഈ പ്രോബ്ലം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ ബോഡി റെസ്റ്റിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്ലെയിൻ ആണെന്ന് ആദ്യം നോക്കണം. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ നോക്കണം. അത് കഴിഞ്ഞ് ഫോഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നും നമ്മൾ നോക്കണം. എങ്കിലേ നമ്മൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ 8 കേസിൽ ഏത് കേസാണെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പോൾ അതിൽ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ആദ്യം എ ബോഡി റെസ്റ്റിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 കേസിലേക്ക് പോവാണ്. റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ റിക്വയർഡ് എ പുൾ ഓഫ് 200 ന്യൂട്ടൺ. അതായത് PC ഈക്വൽ ടു 200 ന്യൂട്ടൺ. വലിയ ഫോഴ്സ് ആണ്. ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ദ പ്ലെയിൻ. അതായത് പുൾ ഓഫ് 200 ന്യൂട്ടൺ, അത് 200 ന്യൂട്ടൺ ഫോഴ്സ് എങ്ങനെയാണ്? പാരലൽ ടു ദ ഹൊറിസോണ്ടൽ അല്ല, ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ദി പ്ലെയിൻ. പ്ലെയിന് 30 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്, പ്ലെയിനിന് 30 ഡിഗ്രിയിൽ. അപ്പോൾ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാല്യൂ തീറ്റയാണ് അല്ലേ? തീറ്റ 30 ഡിഗ്രി, 300 അല്ല 30 ഡിഗ്രിയാണ്. ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് എ പുഷ് ഓഫ് 240 ന്യൂട്ടൺ. പുഷ് പുള്ള് എന്നൊക്കെ പറഞ്ഞാൽ ഫോഴ്സ് ആണ്, P ആണ് അല്ലേ? ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ഡിഗ്രി എന്നാണ്, അത് പ്രിന്റ് മിസ്റ്റേക്ക്, അത് ഇതുള്ള മിസ്റ്റേക്കാണ്. 30 ഡിഗ്രി. സോ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി to the plane. Just move the body. Determine weight of the body and coefficient of friction. നമ്മോട് കണ്ടുപിടിക്കാവുന്നത് വെയിറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, W mu ആണ് കണ്ടുപിടിക്കാവുന്നത്. അതായത് ഈ പ്രോബ്ലം ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തു, വരച്ച് കാണിച്ചു തരാം. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, അതിലൊരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ ആദ്യം ഈ വാല്യൂ നോക്കണം, 200 നോക്കണം. ഒബ്ജക്റ്റിലേക്ക് റിക്വയർഡ് എ പുൾ ഓഫ് 200 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ദ പ്ലെയിൻ. പ്ലെയിനിന് 30 ഡിഗ്രി ചെരിഞ്ഞ് 200 ന്യൂട്ടൺ ഫോഴ്സ് പുള്ളിയാണ്, വലിക്കുകയാണ് അല്ലേ? പുള്ള് പറഞ്ഞാൽ വലിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരിക അല്ലേ? ഇതേക്കാരം P. ഓക്കെ, ഇത് P ആണ്. P വലിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ആംഗിൾ കൊടുക്കും, അങ്ങോട്ട് ആരോ കൊടുക്കണം. P എത്ര ആംഗിളിൽ? 30 ഡിഗ്രിയിൽ കൊടുക്കുകയാണ്. ഇതേ ഒബ്ജക്റ്റിൽ തന്നെ ഇപ്പോൾ ഇത് പുള്ളാണെങ്കിൽ ഇതേ ഒബ്ജക്റ്റിൽ 240 ന്യൂട്ടൺ പുഷാണ്. പുഷ് മീൻസ് എങ്ങനെ വരക്കേണ്ടി വരും? അങ്ങോട്ട് റൈറ്റിലേക്ക് പുള്ളാണെങ്കിൽ പുഷ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. ഇങ്ങനെ ആയിരിക്കും പുഷ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? എത്ര ഡിഗ്രിയിൽ? 30 ഡിഗ്രി ആംഗിളിൽ പുഷായിരിക്കും. പുഷ് എന്ന് പറയുമ്പോൾ ആരോ അങ്ങോട്ടായിരിക്കും, പുള്ള് എന്ന് പറയുമ്പോൾ ആരോ റൈറ്റിലേക്കായിരിക്കും. അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ 200 ന്യൂട്ടൺ 30 ഡിഗ്രിയിൽ 200 ന്യൂട്ടൺ വലിക്കുന്നുണ്ട്, 30 ഡിഗ്രിയിൽ 200 ന്യൂട്ടൺ പുഷ് ചെയ്യുന്നുണ്ട്, തള്ളുന്നുണ്ട്. ഓക്കെ, ഈ 2 കേസും പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് 2 കേസ് ഉണ്ട്. എന്താ? ഒന്നാമത്തെ കേസ് ഏതാ? പുള്ളാണ്. രണ്ടാമത്തെ കേസ് ഏതാ? പുഷാണ്. ഇതൊക്കെ പോട്ടെ, ഇത് നമ്മുടെ ഫ്രിക്ഷൻ്റെ ആ ഫിഗർ വരക്കണ്ടേ? ഫിഗർ വരക്കുമ്പോൾ ഏത് കേസിലാണ് പെടുക? നോക്കി, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, ഇവിടെ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ്, ഇവിടെയും ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ് അല്ലേ? ഇവിടെ 200 ന്യൂട്ടൺ 30 ഡിഗ്രി, 240 ന്യൂട്ടൺ 30 ഡിഗ്രി. അവിടെ ടു ദ പ്ലെയിൻ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഏതാണ് കേസ് വരിക? നമുക്ക് നോക്കാം ഏത് കേസാണ് വരിക. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കേസാണ്. ഈ കേസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, അത് മാത്രമല്ല ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്.
അപ്പോൾ നമുക്ക് വരക്കുമ്പോൾ ഒരു ഫിഗർ വരക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് പുള്ളാണ് അല്ലേ, ഇത് പുള്ളാണ്. ഇനി പുഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ പി എന്നുള്ള ആരോ റൈറ്റിലേക്ക് ഇടുന്നതിന് പകരം ലെഫ്റ്റിലേക്ക് ഇടണം. അപ്പോൾ ഈ ആരൊക്കെ മാറും. ഇത് മുകളിലേക്കുള്ള താഴേക്കാവും, ഇത് റൈറ്റിലേക്കുള്ള ലെഫ്റ്റിലേക്കാവും. മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് നോക്കാം, അതിൻ്റെ ഫിഗർ വരക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മൾ ഫിഗർ വരക്കുകയാണ്. ഫസ്റ്റത്തെ കേസ് എടുത്തു. ഫസ്റ്റത്തെ കേസ് പറഞ്ഞാൽ പുള്ളിൻ്റെ കേസ് എടുക്കുകയാണ്, വലിക്കുകയാണ് അല്ലേ. ഒന്നാമത്തെ കേസ് വലിക്കുകയാണ്, രണ്ടാമത്തെ കേസ് പുഷ് ചെയ്യാണ്. ഈ പ്രോബ്ലത്തിൽ 2 കേസ് ഉണ്ട്. ഓക്കെ, പ്രോബ്ലം മൊത്തം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചിത്രം വരക്കാനുള്ള കേസ് ഏതാ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോഴ്സ് ഇൻക്ലൈൻഡ്. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ 2 കേസ് ഉണ്ട്. ഏതാ 2 കേസ്, ഒന്ന് പുള്ളും ഒന്ന് പുഷും. അങ്ങനെ പുള്ള് ചെയ്യുകയാണെങ്കിൽ 200 ന്യൂട്ടൺ പുള്ള് ചെയ്യുകയാണെങ്കിൽ ഫിഗർ ഇങ്ങനെ വരും അല്ലേ. നമുക്കിത് എല്ലാവർക്കും അറിയാം, ഫിഗർ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ 200 ന്യൂട്ടൺ പുള്ള് ചെയ്യുകയാണെങ്കിൽ 30 ഡിഗ്രിയിലാണെങ്കിൽ 30 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ളത് എന്തായിരിക്കും, 200 cos 30. ഇതോ 200 sin 30. ഓക്കെ, അത് പി കോസ് 30 പി സൈൻ 30 എന്ന് അങ്ങനെ വരേണ്ടത്. പക്ഷേ പിക്ക് വരെ 200 ന്യൂട്ടൺ കൊടുത്തുകൊണ്ട് 200 ന്യൂട്ടൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇനി എന്ത് ചെയ്യണം, ഫോഴ്സ് റിസോൾവ് ചെയ്യണം. റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ പ്ലെയിനും റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിനും നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ അലോങ് ദ ഫോഴ്സ് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്. ലെഫ്റ്റിലേക്ക് ആരുള്ളത്, എഫ് ഉണ്ട്. പിന്നെ ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ, ഇല്ല, വേറെ ആരുമില്ല. പിന്നെ റൈറ്റിലേക്കുള്ളത് അതാണ് 200 cos 30. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ അലോങ് ആയിട്ടുള്ള ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 200 cos 30. എഫ് ലെഫ്റ്റിലേക്ക് ഉണ്ട്, വേറെ ലെഫ്റ്റിലേക്ക് ഒന്നുമില്ല, അപ്പോൾ ഈക്വൽ ടു കൊടുക്കുക. പിന്നെ റൈറ്റിലേക്ക് നോക്കുക, 200 cos 30, അത് മാത്രമേ ഉള്ളൂ, വേറെ റൈറ്റിലേക്ക് വേറെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 173.205 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അതവിടെ കിട്ടി. ഇപ്പോൾ ഇവിടുന്ന് എഫിൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിനിന് നോർമലായിട്ട് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. നോർമൽ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. മുകളിലേക്കുള്ള ഫോഴ്സ് നോക്കി നോക്ക്, മുകളിലേക്ക് ആരുണ്ട്, ഉണ്ട് അല്ലേ, ഇനി മുകൾക്ക് ആരെങ്കിലും ഉണ്ട്, ഡബ്ല്യു താഴേക്കാണ്. ഈ 200 sin 30 മുകളിലേക്കാണ്. അപ്പോൾ എന്ത് കൊടുക്കണം, R+200 sin 30, R+200 sin 30. ഇനി മുകളിലേക്ക് ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എന്ത് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. ഇനി താഴേക്കുള്ള ഫോഴ്സ് ഏതാണുള്ളത്, ഡബ്ല്യു മാത്രമേ ഉള്ളൂ, സോ ഡബ്ല്യു. അപ്പോൾ R+200 sin 30 ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 200 sin 30യെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇതെന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ പ്രോബ്ലം ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു പ്രത്യേക മെത്തേഡ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഒരു ലോജിക്കാണ് ഇത് കണ്ടുപിടിക്കാനുള്ള. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിൽ 200 sin 30 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആണ്, എന്തായി മാറും, മൈനസ് ആയി മാറും. -200 sin 30 എന്നായി മാറും. ഇനി 200 sin 30 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വാല്യൂ 100 ആയിരിക്കും. സോ നമുക്ക് എന്ത് കൊടുക്കാം, R ഈസ് ഈക്വൽ ടു W - 100. അപ്പോൾ ഫോഴ്സ് അലോങ് ദ പ്ലെയിൻ ആയപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ കിട്ടി. ഫോഴ്സ് നോർമൽ ടു ദ പ്ലെയിൻ ആയപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. എന്തിനാണ് എഫിൻ്റെയും ആറിൻ്റെ ഒക്കെ വാല്യൂ ഒക്കെ നമ്മളിങ്ങനെ മാറ്റുന്നത്? കാരണം നമുക്കൊരു ഇക്വേഷൻ അറിയാം. നമുക്ക് ഫ്രിക്ഷൻ്റെ ഓരോ കേസിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചില്ലെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്നുള്ള ഇക്വേഷനും ടാൻ ഫൈ ഈസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള ഇക്വേഷൻ നിങ്ങളോട് കാണാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആറിൽ നമുക്കറിയാം എഫ് ഉണ്ട്, ആർ ഉണ്ട്, മ്യൂ ഉണ്ട്. അപ്പോൾ മാക്സിമം എഫിൻ്റെയും ആറിൻ്റെയും ടേമിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താ, എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ. ഇവിടുന്ന് മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ എന്ന് എഴുതി കൂടെ, മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ. കാരണം എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താ, ഒന്ന് ഡബ്ല്യു ആണ്, വെയിറ്റ് ആണ് അല്ലേ, ഒന്ന് ഡബ്ല്യു ആണ്, അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ മ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായാൽ മതി, ഇവിടെ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ. എഫിൻ്റെയും ആറിൻ്റെയും വാല്യൂ കിട്ടിയാൽ മതി. എഫിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര, കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആറിൻ്റെ ഉള്ളിൽ ഡബ്ല്യു എന്നുള്ളൊരു ടേം അറിയാതെ കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഡബ്ല്യു കണ്ടുപിടിച്ച് ആ ഡബ്ല്യു ഉൾപ്പെടെ ഈ ഡബ്ല്യു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡബ്ല്യുന്ന് 100 കുറച്ചാൽ ആറിൻ്റെ വാല്യൂ കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, മ്യൂ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആറിൽ എഫ് ഈസ് ഈക്വൽ ടു എത്ര, 173.205. എവിടെ നിന്നാണ് കിട്ടിയത്, നമ്മൾ ഫോഴ്സ് അലോങ് ദ പ്ലെയിൻ റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി
ആർ എത്ര W മൈനസ് 100 അത് ഇവിടുന്ന് നമുക്ക് ലഭിച്ചു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതായത് ഒരു ഫോഴ്സ് പുൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോഴ്സസ് ഒക്കെ റിസോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. mu is equal to 173.205 ഡിവൈഡഡ് ബൈ W മൈനസ് 100 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ അല്ല, അങ്ങനെ വാല്യൂ നമുക്ക് അങ്ങനെ ഇക്വേഷൻ കിട്ടി. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. എന്തിനാന്നുള്ളത് മനസ്സിലാവും. ഇനി ഞാൻ നേരെ രണ്ടാമത്തെ കേസിലേക്ക് പോവാണ്. രണ്ടാമത്തെ കേസ് ഏതാ? ഫോഴ്സ് പുഷ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഫോഴ്സ് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എങ്ങോട്ടായിരുന്നു? 200 ന്യൂട്ടൺ പുള്ളായിരുന്നു അല്ലേ, റൈറ്റിലേക്കായിരുന്നു. ഇനി പുഷ് എന്ന് പറയുമ്പോൾ 240 ന്യൂട്ടൺ പുഷ് ചെയ്യാൻ. 240 ന്യൂട്ടനാണ് പുഷിങ് ഫോഴ്സിൻ്റെ വാല്യൂ വരുന്നത്. പുഷ് ചെയ്യാനാൽ ലെഫ്റ്റിലേക്കാണ് ആരോ വരിക. അപ്പോൾ ലെഫ്റ്റിലേക്ക് ആരോ വരുമ്പോൾ നമുക്കറിയാം ഇത് 30 ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ടാണ് ആ പുഷ് ചെയ്യുന്നത്. ചെരിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ദിസ് ഈസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആൻഡ് ദിസ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ആരോ നോക്കണം, ആരോ ഇവിടെ താഴേക്കാണ്, ഇവിടെ ലെഫ്റ്റിലേക്കാണ്. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, നമ്മളൊരു ഇൻക്ലൈൻഡ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും കണ്ടുപിടിക്കാൻ ആദ്യം എവിടെ നിന്ന് തുടങ്ങേണ്ടത്? ഇതിൻ്റെ രണ്ട് എൻഡ് നോക്കുക. ഇവിടെ ഈ എൻഡിൽ ആരോ ഇല്ല, ഇവിടെ ആരോ ഉണ്ട്. അപ്പോൾ ആരോ ഇല്ലാത്ത ഭാഗത്തു നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതെന്ത് ചെയ്യുക? ഒരു ആരോ ഇട്ട് കൊടുക്കുക. അവിടെ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. നമ്മളൊരു വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വരയ്ക്കുക, ആരോ ഇട്ട് കൊടുക്കുക, പിന്നെ മുകളിലോട്ട് വരയ്ക്കുക, ആരോ ഇട്ട് കൊടുക്കുക. ദിസ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ദിസ് ഈസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇതേപോലെ തന്നെ ഞാൻ ഇത് മുകളിലേക്കാണ് ആരോ ഇട്ടത്. ഇനി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരക്കണം? ആരോ ഇല്ലാത്ത പോയിന്റ് ഏതാ? ഇവിടെയാണ് അല്ലേ, അവിടുന്ന് തുടങ്ങണം. അവിടെ താഴേക്ക് തുടങ്ങി ആരോ ഇട്ട് കൊടുത്തു, ഇനി ഇങ്ങോട്ടെത്തി ആരോ ഇട്ട് കൊടുത്തു. ഇവിടെ ഇങ്ങനെ വരിക, അത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെങ്ങനെ വരാൻ പാടുള്ളൂ? ഒന്ന് താഴേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങനെ വന്നു. ഇവിടുന്ന് അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുള്ള ലക്ഷ്യം. അപ്പോൾ എങ്ങനെ വരണം? ഒന്നിങ്ങനെ പോയി ഇങ്ങനെ പോകണം. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് ആരോ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് ആരോ, അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വേണ്ടത് ആരോ. ദെൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഫോഴ്സിനെ റിസോൾവ് ചെയ്യാനുള്ള ഒരു ബേസിക് ലോജിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 240 ന്യൂട്ടൺ 30 ഡിഗ്രിയിലാണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഇനി നോക്ക്, ഈ 30 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ള ആൾ എപ്പോഴും കോസ് ആയിരിക്കും അല്ലേ? നമ്മുടെ ക്ലാസ്സിലുള്ള ആളെ കോസ് എന്നാണ് നമ്മൾ വിളിക്കുക. തൊട്ടപ്പുറത്തെ കുറച്ച് അകലുള്ള ഓപ്പോസിറ്റ് ക്ലാസ്സിലുള്ള ആളെ നമ്മൾ വിളിക്കുക സൈൻ എന്നാണ് വിളിക്കുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ എക്സാമിൻ്റെ സമയത്തും എല്ലാ സമയത്തും പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയത്. അപ്പോൾ 30 ഡിഗ്രി ആംഗിളിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് കോസ് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് സൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. അപ്പോൾ എന്ത് കൊടുക്കണം? കോസ് 30. എന്ത് കോസ് 30? ഈ ഫോഴ്സ് മുഖാന്തരമാണ് അല്ലേ. ഇപ്പോൾ 240 കോസ് 30. നിങ്ങൾ 240ക്ക് പകരം ആദ്യം P കൊടുത്തു വിചാരിച്ചോ. അപ്പോൾ P കോസ് 30 എന്നാവും. എന്നിട്ട് പിന്നെ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനിപ്പോൾ അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നേരെ വാല്യൂ കൊടുത്തുന്നുള്ളൂ. മാക്സിമം കോംപ്ലിക്കേഷൻ ഒഴിവായിക്കോട്ടെ വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ 240 കോസ് 30, ദെൻ 240 സൈൻ 30. താഴേക്ക് W ഉണ്ട്, മുകളിലേക്ക് റിയാക്ഷൻ ഉണ്ട്. ഇനി ഫ്രിക്ഷൻ നോക്ക്, ഇത് പുഷ് ചെയ്യാണ്. മുന്നത്തെ ഫസ്റ്റ് കേസിൽ ഫ്രിക്ഷൻ എങ്ങോട്ടാ? ലെഫ്റ്റിലേക്കാണ്. ഇവിടെ ഫ്രിക്ഷൻ എങ്ങോട്ടാ? റൈറ്റിലേക്കാണ്. എന്താ കാരണം? ഇവിടെ പുഷ് ചെയ്യാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ ടെൻഡൻസി? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുക. അപ്പോൾ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്കായിരിക്കും. ഇനി നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരാൾ മാറിയിട്ട് F ഇങ്ങനെ വരച്ച് വിചാരിച്ചോ, ഇവിടെ വരച്ച് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല, ഇത് റൈറ്റിലേക്ക് തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സംഭവം ഉണ്ടായതുകൊണ്ട് ഈ റൈറ്റിലേക്ക് എന്നുള്ളത് നമ്മൾ ഈ സംഭവം ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ വരച്ച് വെച്ചിട്ട് എന്തല്ല, തെറ്റല്ല എന്നർത്ഥം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് റിസോൾവ് ചെയ്യണം. എങ്ങനെ റിസോൾവ് ചെയ്യേണ്ടത്? ഫോഴ്സസ്, റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ, റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ. അപ്പോൾ അലോങ് ദ പ്ലെയിൻ എന്ന് നമുക്ക് നോക്കാം. അലോങ് ദ പ്ലെയിനിൽ ഞാൻ ആ ഫിഗർ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അലോങ് ദ ഫിഗർ ആണ് ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലേക്ക് ഇവിടെ ആരുണ്ട്? ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് 240 കോസ് 30. 240 കോസ് 30. ഇനി ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈക്വൽ ടു. ഇനി റൈറ്റിലേക്ക് ആരുണ്ട്? F ഈസ് ഈക്വൽ ടു 240 കോസ് 30. 240 കോസ് 30 എന്നുള്ള വാല്യൂ 207.85 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഈ ന്യൂട്ടൺ എന്ന് പറയാൻ കാരണം ഇത് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ F ഈസ് ഈക്വൽ ടു 207.85 ന്യൂട്ടൺ നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, ഈ യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ.
നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. മുകളിലേക്കുള്ള ഫോഴ്സ് ഇവിടെ ആരാളുള്ളത്, ആർ അല്ലേ. പിന്നെ മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ, ഡബ്ല്യു നോക്കുമ്പോൾ താഴേക്കാണ്, 240 sin 30 നോക്കുമ്പോൾ അതും താഴേക്കാണ്. അപ്പോൾ മുകളിലേക്ക് ആരുമില്ല. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ആർ എന്ന് എടുത്തിട്ട് എന്ത് കൊടുക്കുക, ഇസ് ഈക്വൽ ടു താഴേക്കാരുണ്ട് ഡബ്ല്യു, മുകളിലേക്കാരുണ്ട് 240, സോറി താഴേക്ക് ഡബ്ല്യു, ഇനി താഴേക്ക് വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഉണ്ട്. ഏതാ, 240 sin 30 പ്ലസ് 240 sin 30. ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടും. സോ ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് 120. മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു അല്ലെ. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ എന്ന് കിട്ടും. സോ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കുകയാണ്. എഫിൻ്റെ സ്ഥാനത്ത് 207.85 എന്ന് കൊടുക്കുകയാണ്. ആറിൻ്റെ സ്ഥാനത്ത് ഡബ്ല്യു പ്ലസ് 120 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കി നോക്ക്, ഇക്വേഷൻ 1 എന്താ, മ്യൂ ഇസ് ഈക്വൽ ടു 173.205 ഡിവൈഡഡ് ബൈ ഡബ്ല്യു മൈനസ് 100 എന്നാണ്. അതായത് ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ എന്താണ് വരുന്നത്, ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ മ്യൂ ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നത്, മ്യൂ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഇക്വേഷനിലും മ്യൂ ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് നമുക്ക് പരസ്പരം എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം, സമം ചെയ്യാം. അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏതെങ്കിലും ഒരു സൈഡ് രണ്ട് ഇക്വേഷൻ്റെയും ഈക്വൽ ആണെങ്കിൽ അതിന് മറ്റേ സൈഡ് നമ്മൾ പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ടും മ്യൂ ആണ്, അപ്പോൾ റൈറ്റ് സൈഡ് തമ്മിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈക്വൽ ആക്കാൻ കഴിയും. അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇക്വേറ്റ് 1 and 2, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാണ്, ഈക്വൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കൊടുത്തു, ഒന്നാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് മ്യൂ ആണ് നമ്മൾ പഠിച്ചു. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്, 173.205 ഡിവൈഡഡ് ബൈ ഡബ്ല്യു മൈനസ് 100. രണ്ടാമത്തെ ഇക്വേഷൻ്റെ നമ്മളുണ്ടാക്കിയ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എന്താ 207.85 ന്യൂട്ടൺ ബൈ ഡബ്ല്യു പ്ലസ് 120. ഇത് രണ്ടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്തു, അങ്ങ് ഇക്വേറ്റ് ചെയ്തു. ഇനി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു ഇത്രയും ചെയ്യാനുണ്ടോ എന്ന് ചിലവർ ചിന്തിക്കും. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ മുകളിലുള്ളത് ഇൻറ്റു താഴെയുള്ളത്, ദെൻ താഴെയുള്ളത് ഇൻറ്റു മുകളിലുള്ളത്, ഇങ്ങനെ ആദ്യം ഗുണിക്കുക, പിന്നെ ഇങ്ങനെ ഗുണിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 173.205 ഇൻറ്റു ഡബ്ല്യു പ്ലസ് 120 അതോടെ എഴുതിച്ചു. ഇനി 207.85 ഇൻറ്റു ഡബ്ല്യു മൈനസ് 100 അതും എഴുതി വെച്ചു. ഇനി ഇതെങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഇപ്പം ഇത്രയും കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഞാൻ എഴുതി തരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ ഏതെങ്കിലും ഒരാൾക്ക് അറിവില്ലാത്ത ഒരാളുണ്ടെങ്കിൽ മാക്സിമം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പ്രോബ്ലം വലിയ പ്രോബ്ലം ആണെന്ന് വിചാരിക്കരുത്. വളരെ ചെറിയ പ്രോബ്ലമാണ്. ഇതൊക്കെ പാടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലുത് തോന്നും, പക്ഷെ അത് വലുതല്ല. ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് ഈ ഡിപ്ലോമയുടെ ആവശ്യമില്ല, 10ാം ക്ലാസ്സിൽ പഠിച്ച അറിവ് മാത്രം മതി. ഓക്കെ, ഇതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. സോ നമ്മൾ ഇനി ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, ഇത് നമ്മൾ പഠിച്ചതാ, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക, ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചതാ. ആദ്യം 173.205 ഡബ്ല്യു ഗുണിക്കുക, എന്നിട്ട് ഇവിടെ എന്താ പ്ലസ് അല്ലേ, പ്ലസ് ഇതെന്ത് ചെയ്യുക, 173.205 120 ഗുണിക്കുക. അപ്പോൾ 173.205 ഇൻറ്റു ഡബ്ല്യു എഴുതി വെച്ചു. ഇനി 173.205 ഇൻറ്റു 120 എത്ര കിട്ടും, 20,784.6 കിട്ടും. ഈക്വൽ ടു ഇനി ഇവിടെയും ചെയ്യണം അതേപോലെ 207.85 ഡബ്ല്യു 207.85 ഗുണിച്ചു. ഇവിടെ എന്താ മൈനസ് 207.85 ഇൻറ്റു 100 എത്ര കിട്ടും, 20,785 കിട്ടും. ഇനി നോക്കി നോക്ക്, ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഇവിടെയും ഡബ്ല്യു ഉണ്ട്, പക്ഷെ ഇത് ഒന്ന് ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്തും ഒന്ന് ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്തുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡബ്ല്യു ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാം, വേറെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 207.85 ഡബ്ല്യു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും, 173.205 ഡബ്ല്യു ഇത് പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 207.85 ഡബ്ല്യു എന്ന്. അപ്പോൾ ഇതാണോ വലിയ വാല്യൂ, ഇതാണ് വലിയ വാല്യൂ. അപ്പോൾ വലിയ വാല്യൂവിനവിടെ നിർത്തി ചെറിയ വാല്യൂ അങ്ങോട്ട് കൊണ്ടുപോകാണ് ഏറ്റവും നല്ലത്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് പ്രകാരം ഇവിടെ ഈ വാല്യൂ നോക്ക്, ഇവിടെ 20,784 ഇവിടെ 20,785. അപ്പോൾ വലിയ വാല്യൂ ഏതാണ്, ഇതാണ്. അപ്പോൾ വലിയ വാല്യൂവിനാണ് മൈനസ് കിടക്കുന്നത്, അത് പ്ലസ് ആക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ വലിയ വാല്യൂവിന് മൈനസ് ആണ്, അത് പ്ലസ് ആക്കുകയാണ്.
ഇവിടെ നോക്കി 207.85 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതിനായിരിക്കും മൈനസ് വരിക. വലിയ വാല്യൂവിന് മൈനസ് വരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. വന്നു വെച്ചിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല, ഒരു കോംപ്ലിക്കേഷൻ, ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. അത് ചെറിയൊരു കാര്യമാണ്, അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ എൻ്റെ ഐഡിയയിൽ ഇവിടെ 20,785 മൈനസ് വരുന്നത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി ആരുണ്ട്, 20,784.6 ഉണ്ട്. ഈ മൈനസ് ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് 20,785 ആയി. റൈറ്റ് സൈഡിൽ 207.85 ഉണ്ട്. ഈ 173.25 അങ്ങോട്ട് കൊണ്ടുപോയി, റൈറ്റിലേക്ക് കൊണ്ടുപോയി, മൈനസ് 173.25 W. കാരണം ഇത് പ്ലസ് ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ് ആവും. ഇനി നമുക്ക് വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 41,569.6 കിട്ടും. ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 34.645 W എന്ന് കിട്ടും. നമുക്ക് W കണ്ടുപിടിച്ചൂടെ? W കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ Wൻ്റെ കൂടെ ഉള്ള ആളെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റണം. ഇവർ തമ്മിലുള്ള ബന്ധം ഗുണിക്കണം എന്നാണ്. അപ്പോൾ 34.645 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. ഇവിടെ ഓൾറെഡി ആരുണ്ട്, 41.569.6 ഉണ്ട്, ഡിവൈഡർ ബൈ 34.645. ഇതിൽ നിന്ന് എന്ത് കിട്ടി നമുക്ക്? Wൻ്റെ വാല്യൂ 1199.873 ന്യൂട്ടൺ കിട്ടി W. അപ്പോൾ നമ്മളെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നമ്മളെ ചോദ്യത്തിൽ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിറ്റർമിൻ വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. വെയിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടി. ഇനി അടുത്ത എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? മ്യൂ ഈസ് ഈക്വൽ ടു F/R എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അത് പ്രകാരം ഇക്വേഷൻ 1 ഉണ്ടാക്കിയിട്ടുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു F/R എന്ന് പ്രകാരം ഇക്വേഷൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതും ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചു. ഒന്നാമത്തെ ഇക്വേഷൻ മ്യൂ എന്താ? മ്യൂ ഈസ് ഈക്വൽ ടു 173.205 ഡിവൈഡ് ബൈ W മൈനസ് 100 എന്നാണ്. ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. മ്യൂ ഈസ് ഈക്വൽ ടു 170 ഫ്രം ഇക്വേഷൻ 1 or 2, 1 or 2 എടുക്കാം, ഞാൻ ഒന്നെടുത്തു. 173.205 ഡിവൈഡ് ബൈ W മൈനസ് 100. അത് നമ്മളിവിടെ കൊടുത്തു. W നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എന്താ വാല്യൂ? Wൻ്റെ വാല്യൂ എത്രയാണ്? 1199.873 അല്ലേ? അതിവിടെ കൊടുത്തു. Wൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുത്തു, മൈനസ് 100. അപ്പോൾ എന്ത് കിട്ടും? 173.205 ഡിവൈഡ് ബൈ 109.873 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മ്യൂവിൻ്റെ വാല്യൂ 0.157 എന്ന് കിട്ടി. മ്യൂവിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞിരുന്നു, മ്യൂവിൻ്റെ വാല്യൂ എപ്പോഴും മാക്സിമം 1 വരുള്ളൂ. 1 താഴെ, 1 മുകളിലേക്ക് ഒരു കാരണവശാലും വരില്ല. 0 to 1 അതിൻ്റെ ഇടയിലായിരിക്കും മ്യൂവിൻ്റെ വാല്യൂ വരിക. അപ്പോൾ നിങ്ങൾ എക്സാമിന് കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് മ്യൂവിൻ്റെ വാല്യൂ എങ്ങാനും 1.2 എന്നോ 1.3 എന്നോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അത് തെറ്റാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ 3 കാര്യം ഉപയോഗിച്ചിട്ടുള്ളൂ. 1 ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക, 2 F ഈസ് ഈക്വൽ ടു മ്യൂ ആർ, പിന്നെ tan phi ഈസ് ഈക്വൽ ടു മ്യൂ. ഈ 3 ഇക്വേഷൻ്റെ ഫലത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നത്. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുക, അതൊക്കെ മാത്തമാറ്റിക്കൽ ബേസിക് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാനുള്ളത്, ഫ്രിക്ഷൻ എന്നുള്ളത് 100% 8 മാർക്കോ അല്ലെങ്കിൽ 9 മാർക്കോ പാർട്ട് സിന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്നും അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്നിക്ക്, ആ ഒരു ട്രിക്ക് നമുക്ക് കിട്ടും. ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കും തന്നെ വിചാരിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം പറയാനുള്ളൊരു കാര്യം, അടുത്ത ദിവസം മുതൽ, നാളത്തെ ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്, അല്ലെങ്കിൽ സെൻട്രോയിഡാണ്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻട്രോയിഡും കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ഫിഗേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ആ ഫിഗേഴ്സ് ഞാൻ അസൈൻമെൻ്റായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. കുറച്ച് ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. എനിക്ക് വേണ്ടത് ആ സംശയങ്ങളാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, താങ്ക് യു.